ഹലോ ഗൈസ്, നമുക്കിന്നൊരു കല്ലുമ്മക്കായ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അരിഞ്ഞു വെച്ച ചെറുള്ളിയും ഇഞ്ചിയും അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി വഴറ്റുക. ഒരു ബ്രൗൺ കളർ വരുന്നവരെ വഴറ്റണം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഒരു സവാള അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി വഴറ്റണം. ഇതും ഒരു ബ്രൗൺ കളറാകുന്നവരെ നന്നായിട്ട് വഴറ്റി അത് കുറച്ച് സമയമെടുക്കും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അധികം സബ്സ്ക്രൈബേഴ്സൊന്നും എനിക്കില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത് ചെയ്യാമെന്ന് കരുതി. പിന്നെ കുറച്ച് കറിവേപ്പില അതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായി വഴറ്റുക. ഇത് ഞങ്ങളുടെ സ്വന്തം പറമ്പിലുണ്ടായ കറിവേപ്പിലയാണ്. പിന്നെ വഴണ്ട് വരാൻ കുറച്ച് ഉപ്പ് അതിൻ്റെ അകത്തേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് നന്നായി വഴറ്റുക. കാശ്മീരി ചില്ലി പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത്. അതിന് കുറച്ച് എരിവേ ഉണ്ടാവുള്ളൂ. അത് നന്നായി വഴറ്റുക. നല്ല ബ്രൗൺ കളറായി വരുന്നത് കണ്ടില്ലേ. അങ്ങനെ കുറച്ച് സിമ്മിലാണ് ഞാൻ ഇട്ടത്. അതിനുശേഷം കല്ലുമ്മക്കായ ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പുമിട്ട് അതിൻ്റെ അകത്തും ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഓൾറെഡി ഒരു അരമണിക്കൂർ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മാരിനേറ്റ് ചെയ്ത കല്ലുമ്മക്കായ നമ്മുടെ പാനിലേക്ക് ഇടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഞാൻ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായി വഴറ്റുക. കാരണം നമ്മുടെ സവോളയും ചെറുള്ളിയും ഇഞ്ചിയും ഒക്കെ അതുമായിട്ട് മിക്സ് ആവണമല്ലോ. അതിനു വേണ്ടി ഞാൻ നന്നായിട്ട് ഇളക്കി. ലാസ്റ്റ് ഇതാണ് എൻ്റെ കല്ലുമ്മക്കായ റോസ്റ്റ്.